അപ്പോൾ എനിക്ക് അന്ന് ആ ബ്രദർ അങ്ങനെ പറഞ്ഞപ്പോൾ പല കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ട് ഒന്ന് ഞാൻ ഓർത്തത്, എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ച് ഒരു ഡ്രീം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു നല്ല ഭാര്യയായിരിക്കണം, നല്ല മകളായിരിക്കണം, നല്ല മരുമകളായിരിക്കണം. അപ്പോൾ പലപ്പോഴും ഞാൻ അതൊന്നും ആയിരുന്നില്ല അല്ലേ. പലപ്പോഴും നമുക്ക് അതിലൊക്കെ വീഴ്ചകൾ വരും. പക്ഷെ അങ്ങനെ എല്ലാം വരുമ്പോഴും കർത്താവ് നമ്മളെ കാണിച്ചു തരുമ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. അത് വീഴ്ചകൾ വരുന്നത് കർത്താവിന് ഓക്കെയാണ് അല്ലേ. പാപങ്ങള്, പ്രലോഭനങ്ങള് എല്ലാം നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ ഉണ്ടാകാം. പക്ഷെ അതിൽ നമ്മൾ തുടരാതെ അതിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മൾ ആ യാക്കോബിന്റെ ഗോവണി കയറിക്കൊണ്ടിരിക്കണം അല്ലെ, വിശുദ്ധിയിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. അപ്പം ശരി, ഒരു നല്ല മരുമകളായിരുന്നില്ല ഞാൻ എന്നെനിക്ക് മനസ്സിലായി. പക്ഷെ ഞാനത് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്തിട്ട് ഒരു നല്ല മരുമകളായി തീരണം. അപ്പൊ കർത്താവിന് എന്നെ കുറിച്ചുള്ള ആ ഡ്രീം ഫുൾഫില്ലായി അല്ലേ. അപ്പം നല്ലൊരു ഭാര്യയായിരിക്കണം, നല്ലൊരു മകളായിരിക്കണം, നല്ലൊരു മരുമകളായിരിക്കണം. അത് കഴിയുമ്പോൾ കുട്ടികളെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് തരും അല്ലേ. അപ്പോൾ അവിടെ നമ്മളൊരു നല്ല അമ്മയായിരിക്കണം, അല്ലെങ്കിൽ ഒരു നല്ല അപ്പനായിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു ജോലി സ്ഥലം ദൈവം ഒരുക്കി തരും അല്ലേ. അവിടെ നമ്മളൊരു വിളക്കായിട്ട് നിൽക്കണം. അതൊക്കെയാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ഒരു ഡ്രീം. അത് കഴിയുമ്പം കർത്താവ് നമുക്ക് ഓരോന്ന് തന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിന് പെർഫെക്റ്റ് ആയി കഴിയുമ്പോഴാണ് അടുത്തതിലേക്ക് ദൈവം വിളിക്കുക കേട്ടോ. അപ്പം എനിക്ക് എപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, എൻ്റെ ലാസ്റ്റ് മോൻ ഉണ്ടായിക്കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞപ്പോഴാണ് കർത്താവ് എന്നെ ദൈവവേലയിലേക്ക് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അവന് 4 മാസം ഉള്ളപ്പോഴാണ് തോന്നുന്നു ഞാൻ യൂട്യൂബ് ചാനൽ, എൻ്റെ ലൈഫ് ഗിവിംഗ് വാട്ടേഴ്സ് ചാനൽ ലോഞ്ച് ചെയ്തത്.